നമസ്കാരം, ഞാൻ അഭിജിത്ത്, ഇൻഷുറൻസ് അഡ്വൈസർ. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് HDFC ERGOയുടെ രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളാണ്. ഒന്ന് ഒപ്റ്റിമ റിസ്റ്റോർ. HDFC ERGOയുടെ വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ആൻഡ് ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആണ് ഒപ്റ്റിമ റിസ്റ്റോർ. അതിന്റെ ചില പ്രത്യേക ഫീച്ചേഴ്സ് മറ്റ് കമ്പനികൾക്കൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള കവറേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്. ഇത് കൂടാതെ ഹെൽത്ത് വാലറ്റ് എന്ന് പറയുന്ന OP ബെനിഫിറ്റ് ഉൾപ്പെടെ കവർ ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റും. ആദ്യമായി ഒപ്റ്റിമ റിസ്റ്റോർ ഒന്ന് കാണാം. ഒപ്റ്റിമ റിസ്റ്റോറിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ റീസ്റ്റോർ ബെനിഫിറ്റ് ആണ്. റീസ്റ്റോറിനെ കുറിച്ച് നിങ്ങൾ പലർക്കും ഓൾറെഡി അറിയായിരിക്കും. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള ഇൻഷുറൻസ് തുക കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി അഡീഷണൽ ആയിട്ട് തരുന്ന ഒരു കവറേജിനാണ് നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും ഒരു പ്രോഡക്റ്റെങ്കിലും റീസ്റ്റോർ ബെനിഫിറ്റ് ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. മാത്രമല്ല തരുന്ന കവറേജ് പൊതുവെ 100% തന്നെ കവറേജ് ആയിരിക്കും. 10 ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ നമുക്ക് 10 ലക്ഷം തന്നെ കവറേജ് തരുന്നുണ്ടാവും. ചില പ്രോഡക്റ്റുകൾക്ക് ചില കമ്പനികൾക്ക് 10 ലക്ഷത്തിന്റെ കവറേജ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് 10 ലക്ഷം തന്നെ കവറേജ് തരുന്നുണ്ടാവും. ഇങ്ങനെ പല ഫെസിലിറ്റീസ് ഉള്ള പ്രോഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഒപ്റ്റിമ റിസ്റ്റോറിന്റെ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒപ്റ്റിമ റിസ്റ്റോറിൽ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ ക്ലെയിം വരുന്ന സമയത്ത് തന്നെ അത് ആക്റ്റീവ് ആവും എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തു. എനിക്ക് ആദ്യത്തെ ക്ലെയിം വന്നത് മേ ബി 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു പനി വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. എനിക്കൊരു 50,000 ബില്ല് ജനറേറ്റ് ആയി. ഈ ഫസ്റ്റ് ബില്ല് ജനറേറ്റ് ആയി അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ റീസ്റ്റോറേഷൻ 10 ലക്ഷം രൂപയും കൂടി ആക്റ്റീവ് ആവും. അതായത് അന്നേരം മുതൽ എനിക്ക് പിന്നീട് ആ ഒരു വർഷം മുഴുവൻ 10 ലക്ഷം റീസ്റ്റോറേഷൻ എമൗണ്ട് പ്ലസ് എന്റെ ഇനിഷ്യൽ സം ഇൻഷുർഡിനകത്തുനിന്ന് 50,000 ക്ലെയിം പോയതിനു ശേഷമുള്ള ബാക്കി 9.5 ലക്ഷം രൂപ, ടോട്ടൽ 19.5 ലക്ഷം രൂപയുടെ കവറേജ് ആണ് എനിക്ക് പിന്നീട് അങ്ങോട്ടുള്ളത്. ഇനി ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മുഴുവൻ തുകയും എനിക്ക് എന്റെ സെയിം ഒരു ഇൽനെസ്സിന് വേണ്ടിയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മറ്റ് കമ്പനികളിൽ സാധ്യമല്ല. അതായത് എന്റെ ആദ്യത്തെ ക്ലെയിം വന്നു 50,000 രൂപയ്ക്ക് ഒരു ക്ലെയിം വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം സപ്പോസ് എനിക്ക് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഏർലി സ്റ്റേജ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ 19,50,000 രൂപയും എന്റെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മറ്റ് കമ്പനികളിൽ ആദ്യത്തെ 9.5 ലക്ഷം രൂപ യൂട്ടിലൈസ് ചെയ്യുന്ന എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണോ അതേ അസുഖത്തിന് വേണ്ടിയിട്ട് അടുത്ത റീസ്റ്റോർ ചെയ്ത് വരുന്ന എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതാണ് ഒപ്റ്റിമ റീസ്റ്റോറിന്റെ വൺ ഓഫ് ദി ഹൈലൈറ്റ് ഫീച്ചർ. അതായത് തരുന്ന മുഴുവൻ എമൗണ്ടും നമുക്ക് യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് തരുന്നത്. രണ്ടാമത്തത് റിസർവ് ബെനിഫിറ്റ് ഈ ഒപ്റ്റിമ റിസ്റ്റോർ എന്നുള്ള പ്ലാനിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം റിസർവ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് OP ബില്ലുകൾക്ക് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് നമ്മളിവിടെ നോക്കുന്നില്ല. മൂന്നാമത്തെ ഫീച്ചറായ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആണ് പിന്നെ ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല, ലോസ് ഓഫ് പേ ഉണ്ടാവും. ഈ ലോസ് ഓഫ് പേ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി തരുന്ന ഒരു ഓപ്ഷനാണ് നമ്മളുടെ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ്. ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് പല മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിട്ടാണ്. 500 റുപ്പീസ്, 1000 റുപ്പീസ്, 2000 റുപ്പീസ്, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുന്നതനുസരിച്ച് നോർമൽ പ്രീമിയത്തിന്റെ കൂട്ടത്തിൽ നമ്മളുടെ അഡീഷണൽ എമൗണ്ട് കൊടുത്താണ് ഈ പറയുന്ന ഫീച്ചർ എടുക്കുന്നത്. ഒരു വർഷത്തിലെ പരമാവധി 30 ദിവസം വരെ നമുക്കിത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതിന്റെ ഇലിസ്ട്രേഷൻ ഉണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. സോ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അത്രയും ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു തുക നമുക്ക് തിരിച്ച് ക്യാഷ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. അതാണ് ആ ഫീച്ചർ. അടുത്തത് റിക്കവറി ബെനിഫിറ്റ്. ഒപ്റ്റിമ റിസ്റ്റോറിൽ അത് ആപ്ലിക്കബിൾ അല്ല. നോൺ മെഡിക്കൽസ് കവറേജ്, അതാണ് ഇതിന്റെ അടുത്ത ഒരു ഹൈലൈറ്റ്. നോൺ മെഡിക്കൽസ് കവറേജ്. നോൺ മെഡിക്കൽസ് എന്ന് പറയുന്നത് പല പേരിൽ അറിയപ്പെടാറുണ്ട്. നോൺ പേയബിൾസ് എന്ന് പറയാറുണ്ട്, കൺസ്യൂമബിൾസ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു തവണയെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത തുക ബില്ലിനകത്ത് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. 50,000 ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു 5,000 റുപ്പീസ് നിങ്ങൾ കയ്യിൽ നിന്ന് അടക്കണം എന്ന് പറയും. ഇത് കോ പേയ്മെന്റ് ആയിരിക്കത്തില്ല. പലപ്പോഴും ഈ തുക എന്ന് പറയുന്നത് നമ്മളുടെ കൺസ്യൂമബിൾസിന്റെ കോസ്റ്റ് ആണ്. ഗ്ലൗസ്, മാസ്ക്, PP കിറ്റ് പോലെയുള്ള ഒരാൾക്ക് വേണ്ടി ഉപയോഗിച്ച് ഡിസ്പോസ് ചെയ്ത് കളയുന്ന ഐറ്റംസിനാണ് നമ്മൾ കൺസ്യൂമബിൾസ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഇൻഷുറൻസിൽ കവേർഡ് അല്ല. പക്ഷെ ഒപ്റ്റിമ റിസ്റ്റോറിൽ ഇത് ഫുള്ളി കവേർഡ് ആണ്. IRDA ഡിക്ലെയർ ചെയ്തിട്ടുള്ള 198 കൺസ്യൂമബിൾസ് ഐറ്റംസ് ഉണ്ട്. ഈ 198 ഐറ്റംസും നമ്മുടെ ഈ പറയുന്ന പ്ലാനിനകത്ത് ഒപ്റ്റിമ റിസ്റ്റോർ എന്ന പ്ലാനിനകത്ത് കവേർഡ് ആണ്. സോ ഇഫക്റ്റീവ്ലി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് ക്ലെയിം സെറ്റിൽമെന്റ് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും അഡീഷണൽ കൊടുക്കേണ്ടി വരില്ല.
കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് റീസെന്റ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനാണ്. കോവിഡ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് 10 days ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ ആവറേജ് ജനറേറ്റ് ചെയ്യുന്ന ബില്ല് 1,10,000 1,20,000 രൂപയായിരുന്നു. ഈ തുകയുടെ 20 to 30% കൺസ്യൂമബിൾസ് കോസ്റ്റ് ആണ്. സോ സാധാരണ ഏതൊരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിലും, ഒപ്റ്റിമ റീസ്റ്റോർ ഒഴികെയുള്ള മറ്റേത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിലും അയാൾക്ക് 20 to 30,000 rupees കയ്യിൽ നിന്ന് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഒപ്റ്റിമ റീസ്റ്റോർ എടുത്തിരുന്ന കസ്റ്റമേഴ്സിന് 1 രൂപ പോലും, ഈവൻ ഫുഡ് എക്സ്പെൻസസ് പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഫുഡ് എക്സ്പെൻസസ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തുക അടക്കം നമ്മുടെ ഇൻഷുറൻസ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ ഇതിന്റെ ഹെൽത്ത് ചെക്കപ്പ് ആണ്. അതായത് നമ്മൾക്ക് എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇതിനകത്ത് ഹെൽത്ത് ചെക്കപ്പ് എല്ലാ വർഷവും എടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് ഓരോ പാക്കേജിനും നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി തരുന്നുണ്ട്. ഇത് നമുക്ക് അതത് വർഷങ്ങളിൽ യൂട്ടിലൈസ് ചെയ്യാം. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. എനിക്കൊരു നെഞ്ചുവേദനയുണ്ട്, അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഇൻവെസ്റ്റിഗേറ്റീവ് ചെക്കപ്പ് ആണ്. അതേസമയം റെഗുലർ ആയിട്ടുള്ള എന്റെ ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള ഐറ്റംസ് എല്ലാം എനിക്ക് ചെക്ക് ചെയ്യാം. അതിനെ നമ്മൾ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്നാണ് പറയുന്നത്. ഈ തുകയാണ് നമ്മൾ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ഇങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഉപയോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ്. അപ്പോൾ ഉപയോഗം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് 50% നോ ക്ലെയിം ബോണസ്. 50% നോ ക്ലെയിം ബോണസ് നമുക്ക് ഇതിനകത്ത് വരാം. നമ്മൾ ഈ വർഷം ഉപയോഗിച്ചില്ല, 10 lakhs പോളിസി എടുത്തു, ഈ വർഷം ഉപയോഗിച്ചില്ല, അടുത്ത വർഷം ഇത് 15 lakhs പോളിസിയാണ്. ആ അടുത്ത വർഷവും ഉപയോഗിച്ചില്ല, അതിന്റെ അടുത്ത വർഷം ഇത് 20 lakhs പോളിസി ആയിട്ട് മാറും. അടുത്തൊരു 50% കൂടി 20 lakhs പോളിസി ആയിട്ട് മാറും. പരമാവധി 20 lakhs വരെ പോകുള്ളൂ, 100% വരെ മാക്സിമം പോകത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും അൺലെസ് യു ഹാവ് എ ക്ലെയിം. അടുത്തൊരു ക്ലെയിം വരുമ്പോൾ തൊട്ട് മുമ്പ് ആഡ് ആയ ഒരു 50% നോ ക്ലെയിം ബോണസ് മാത്രം കട്ടാവും. വീണ്ടും കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ ഇതേ 50% കയറുകയും ചെയ്യും. ആൻഡ് നോ ക്ലെയിം ബോണസിൽ ആൾക്കാർ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫീച്ചർ കൂടി ഞാൻ ഒരു സീക്രറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മളുടെ ബില്ലബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ബില്ലബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. സിംഗിൾ ബില്ലിൽ നിങ്ങൾക്ക് പരമാവധി ഇൻഷുറൻസ് സെറ്റിൽമെന്റ് കിട്ടുക ഈ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ ബില്ല് 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കമ്പനി തരികയുള്ളൂ. 11 ലക്ഷം രൂപ വന്നാൽ ഈ അഡീഷണൽ 1 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അവിടെയാണ് നോ ക്ലെയിം ബോണസിന്റെ ബെനിഫിറ്റ് നിങ്ങൾ അറിയാൻ പോകുന്നത്. കാരണം നോ ക്ലെയിം ബോണസ് ഉണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ ബില്ലിന്റെ മാക്സിമം സെറ്റിൽമെന്റ് എമൗണ്ട് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സം ഇൻഷുർഡ് പ്ലസ് നോ ക്ലെയിം ബോണസ് ആണ്. അതായത് ഫസ്റ്റ് ഇയറിൽ ഡെഫിനറ്റ്ലി എനിക്ക് 10 ലക്ഷം രൂപ വരെ സിംഗിൾ ബില്ല് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ സെക്കൻഡ് ഇയറിൽ എനിക്ക് 15 ലക്ഷം രൂപ വരെ സിംഗിൾ ബില്ലിൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്ഥാനത്ത് 5% നോ ക്ലെയിം ബോണസോ 10% നോ ക്ലെയിം ബോണസോ പോട്ടെ 25% നോ ക്ലെയിം ബോണസോ തരുന്ന പ്ലാനുകളാണെങ്കിൽ കൂടി എന്റെ ബില്ലബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ ബാറിങ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 15 lakhs വരെ എനിക്ക് സിംഗിൾ ബില്ല് ജനറേറ്റ് ചെയ്താലും എന്റെ ക്ലെയിം സെറ്റിൽമെന്റ് നടക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ബില്ലബിൾ എമൗണ്ട് ഹൈക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ 50% നോ ക്ലെയിം ബോണസ് ഒപ്റ്റിമ റീസ്റ്റോറിൽ വെച്ചിട്ടുള്ളത്. ഇനി ഒപ്റ്റിമ റീസ്റ്റോറിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ടർ എന്നൊരു ഫീച്ചർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 50,000 രൂപയ്ക്ക് താഴെയാണ് നമ്മുടെ വാർഷിക ബില്ല് എന്നുണ്ടെങ്കിലും നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. 50,000 താഴെയുള്ള ബില്ലുകളെ നെഗ്ലിജിബിൾ ബില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടും. ഇതിനകത്ത് ആംബുലൻസ് ചാർജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയർ ആംബുലൻസ് ചാർജസ് 10 lakh മുകളിലോട്ടുള്ള പ്ലാനുകളിൽ എയർ ആംബുലൻസ് ചാർജസ് ഉണ്ട്. അത് 2.5 lakhs വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ള മറ്റൊരു ബെനിഫിറ്റ് ആണ് ഹോസ്പിറ്റൽ അഡ്വൈസറി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് അഡ്വൈസറി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഒപ്റ്റിമ റീസ്റ്റോറിലും ഹെൽത്ത് വാലറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഇൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒരു പല ഹോസ്പിറ്റലുകൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതിനോ പല ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിനോ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് കൂടി കൺസൾട്ട് ചെയ്യാം. വിച്ച് ഇസ് ദ ബെസ്റ്റ് ഡോക്ടർ നിയർ ബൈ അല്ലെങ്കിൽ ബെസ്റ്റ് ഹോസ്പിറ്റൽ നിയർ ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് സജഷൻ ആയിട്ട് 4 to 5 ഹോസ്പിറ്റൽസ് തരും.
ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. സോ ഇപ്പോൾ സപ്പോസ് ACL റീകൺസ്ട്രക്ഷൻ ആണ്, ഒരു ലിഗമെന്റ് ടയർ വന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും അടുത്തുള്ള നല്ല ഓർത്തോപീഡിക് സർജൻസ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്ന സജഷൻസിനകത്തുനിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് നമ്മൾ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് സെറ്റിൽമെന്റ് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് 5,000 റുപ്പീസിന്റെ ക്യാഷ് ബെനിഫിറ്റ് തരുന്നുണ്ട്. ഇത് നമ്മൾ അവരുടെ അഡ്വൈസ് ഫോളോ ചെയ്തതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. ആ ബെനിഫിറ്റ് കൂടി കിട്ടിയിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കവറേജ് ഉണ്ടെങ്കിലും കവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. മെറ്റേണിറ്റി കവർ ചെയ്യത്തില്ല, ആയുർവേദം ട്രീറ്റ്മെന്റ് കവർ ചെയ്യത്തില്ല. ഓപ്റ്റിമ റീസ്റ്റോറിന്റെ ഒരു കുറവാണ് ആയുർവേദം കവർ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ ആയുർവേദം പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല, മോസ്റ്റ്ലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആയുർവേദം പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. സോ അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് പ്രിഫേർഡ് പ്രോഡക്ട്സ് എന്ന കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്ന ഒരു പെർമനന്റ് സ്റ്റാൻഡിംഗ് ഉള്ള ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണ് ഓപ്റ്റിമ റീസ്റ്റോർ. ഇതിനകത്ത് മോസ്റ്റ് മോഡേൺ ട്രീറ്റ്മെന്റ്സ് ഉൾപ്പെടെ ഒരു ലിമിറ്റും ഇല്ലാതെ, ഒരു സബ് ലിമിറ്റോ റൂം റെന്റ് ലിമിറ്റോ ഒന്നുമില്ലാതെ നമുക്ക് കവറേജ് കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മറ്റ് പ്രോഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പലയിടത്തും നമുക്ക് ട്രീറ്റ്മെന്റ് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ സ്ഥലങ്ങളിൽ നമുക്ക് ചില സർജിക്കൽ പ്രൊസീജിയറിന് ഇത്ര രൂപ വരെ തരുമെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂമേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡബിൾ റൂമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഓപ്റ്റിമ റീസ്റ്റോറിൽ നിങ്ങൾ കാണില്ല. ഓപ്റ്റിമ റീസ്റ്റോറിൽ മാത്രമല്ല HDFC Ergoയുടെ ഒരു പ്ലാനിലും നിങ്ങൾ കാണില്ല. അതിനകത്തെല്ലാം തന്നെ നമ്മൾക്ക് വിത്തൗട്ട് എനി ലിമിറ്റ് എല്ലാ ഫീച്ചേഴ്സും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും, അപ് ടു സം ഇൻഷുർഡ്. അതാണ് നമ്മുടെ HDFC Ergo പ്ലാൻസിന്റെ ഒരു പ്രത്യേകത. ആൻഡ് ഓപ്റ്റിമ റീസ്റ്റോറിൽ ഓപ്ഷണലായിട്ട് ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്നൊരു ഫീച്ചറും കൂടിയുണ്ട്. അത് ഓപ്ഷനിലാണ്. നമ്മൾ എടുക്കുന്ന സം ഇൻഷുർഡിന്റെ 5 ടൈംസ് വരെ ഉള്ള കവറേജ് അതിനകത്ത് കിട്ടുക. സോ 10 lakhs പോളിസി എടുക്കുന്ന ആൾക്ക് 50 lakhs പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് കിട്ടും. എക്സ്ട്രാ ആയിട്ട് ഒരു 5,000 റുപ്പീസ് പ്രീമിയം കൂടി അടയ്ക്കേണ്ടി വരും. ഓക്കെ, 5,000 റുപ്പീസ് പ്രീമിയം കൂടി അഡീഷണൽ അടയ്ക്കുമ്പോൾ 50 lakhs കവറേജ് ആണ് നമുക്ക് പേഴ്സണൽ ആക്സിഡന്റ് കവർ ആയിട്ട് കിട്ടുന്നത്. അതിന്റെ ബെനിഫിറ്റ് പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്സിഡന്റ് ഡെത്തോ അല്ലെങ്കിൽ ആക്സിഡന്റൽ പെർമനന്റ് ഡിസേബിലിറ്റിയോ വരുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഒരു നിശ്ചിത തുക ലംസമായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഓപ്റ്റിമ റീസ്റ്റോറിന്റെ ഡീറ്റെയിൽസ് ഒരുവിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഹെൽത്ത് വാലറ്റിലേക്ക് ഒന്ന് കിടക്കാം. ഹെൽത്ത് വാലറ്റ് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് വാലറ്റിനകത്തും റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് 100% തന്നെയാണുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞ മറ്റ് പ്ലാനുകളിലെ പോലെ റീസ്റ്റോർ ചെയ്ത് വരുന്ന എമൗണ്ട് ഫസ്റ്റ് ക്ലെയിം നടക്കുമ്പോൾ തന്നെ എമൗണ്ട് റീസ്റ്റോർ ആകുമെങ്കിലും റീസ്റ്റോർ ചെയ്ത് വരുന്ന എമൗണ്ട് സെയിം ആൾക്ക് സെയിം അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞ ക്യാൻസർ സിനാരിയോയിൽ എനിക്ക് ആദ്യത്തെ ക്ലെയിം വന്ന് 50,000 പനി വന്നിട്ടാണ് ക്ലെയിം വന്നത്. റീസ്റ്റോറേഷൻ എമൗണ്ട് ആക്റ്റീവായി 19,80,000 കവറേജ് എനിക്ക് ടോട്ടലി ഉണ്ട്. പക്ഷേ ക്യാൻസർ ആണ് അടുത്ത് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ബാക്കിയുള്ള 9,50,000 രൂപ മാത്രമേ ക്യാൻസർ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റീസ്റ്റോർ ചെയ്ത് വരുന്ന എമൗണ്ട് അതേ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹെൽത്ത് വാലറ്റിന്റെ അട്രാക്ഷൻ റിസർവ് ബെനിഫിറ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിനകത്തുനിന്ന് ഒരു നിശ്ചിത തുക റിസർവ് ചെയ്ത് മാറ്റി വെക്കുന്നു. സപ്പോസ് ഞാനൊരു 25,000 ആണ് പ്രീമിയം അടയ്ക്കുന്നത്, അല്ലെങ്കിൽ 30,000 ആണ് പ്രീമിയം അടയ്ക്കുന്നത്. ഞാൻ അടയ്ക്കുന്ന 30,000 10,000 റുപ്പീസ് ആണ് 10 lakhs പോളിസി ആണെങ്കിൽ റിസർവിലോട്ട് മാറ്റി വെക്കുന്നത്. ഈ 10,000 റുപ്പീസും എനിക്ക് നോൺ മെഡിക്കൽ ഐറ്റംസ് ക്ലെയിം ചെയ്യാനായിട്ടോ, കൺസ്യൂമബിൾ ഐറ്റംസിന്റെ ബില്ല് ക്ലെയിം ചെയ്യാനായിട്ടോ, മെഡിക്കൽ ബില്ലുകൾ ക്ലെയിം ചെയ്യാനായിട്ടോ, ഡെന്റൽ ട്രീറ്റ്മെന്റ്, നമ്മളുടെ മെറ്റേണിറ്റി ട്രീറ്റ്മെന്റ്, ഇങ്ങനെ നോർമലി ഇൻഷുറൻസിൽ കവർ ചെയ്യാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഈ പറയുന്ന റിസർവ് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. സപ്പോസ് ഞാൻ ഈ വർഷം റിസർവ് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, അടുത്ത വർഷം ഈ എമൗണ്ട് ക്യാരി ഫോർവേഡ് ആവും വിത്ത് 6% ഇൻട്രസ്റ്റ്. സോ ഈ വർഷം ഞാൻ യൂസ് ചെയ്തില്ല എങ്കിൽ അടുത്ത വർഷം ഇത് 20,000 പ്ലസ് 6%, അതിന്റെ അടുത്ത വർഷം ഇത് 30,000 പ്ലസ് 6%, അതിന്റെ അടുത്ത വർഷം ഇത് 40,000 പ്ലസ് 6%. അക്യുമുലേറ്റ് ആയി 5 വർഷം നമ്മൾ ഇതിങ്ങനെ യൂസ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു. 5ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് 35,000 ഇവിടെ കിടക്കണമെന്നിരിക്കട്ടെ, ബാക്കി എമൗണ്ട് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്തു. ഈ 35,000 റുപ്പീസ് 6ാമത്തെ വർഷം ഞാൻ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് എന്റെ പ്രീമിയം വീണ്ടും ഒരു 30,000 തന്നെ ആയിരിക്കും എന്റെ പ്രീമിയം വരിക. അതിന്റെ 50% എനിക്ക് ഈ 35,000 ക്ലെയിം ചെയ്യാം. അതായത് 6ാമത്തെ വർഷം ഞാൻ ഇഫക്റ്റീവ്ലി അടയ്ക്കുന്നത് എന്റെ യൂഷ്വൽ പ്രീമിയത്തിന്റെ പകുതി എമൗണ്ട് മാത്രമായിരിക്കും. അതാണ് റിസർവ് ബെനിഫിറ്റിന്റെ പ്രത്യേകത. എമൗണ്ട് ക്യാരി ഫോർവേഡ് ആവുന്നുണ്ട്, അതിന് നമുക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എമൗണ്ട് നമുക്ക് നോർമലി ഇൻഷുറൻസിൽ കവർ ചെയ്യാത്ത ഐറ്റംസ് ക്ലെയിം ചെയ്യാനായിട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും.
ഈ പ്ലാനിൽ പൊതുവെ മറ്റ് ഇൻഷുറൻസുകൾ പോലെ തന്നെ നോൺ മെഡിക്കൽസ് കവർ ചെയ്യുന്നില്ല. പക്ഷേ ഈ റിസർവ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അതിനകത്തുനിന്ന് നമുക്ക് നോൺ മെഡിക്കൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു മെഡിക്കൽ ബില്ലിനകത്താണല്ലോ നോൺ മെഡിക്കൽസും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ആ ബില്ലിനകത്ത് ഈ പറയുന്ന നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിറച്ച ക്യാഷ് എന്താണ് ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി റിക്കവറി ബെനിഫിറ്റ് എന്നൊരു ഫീച്ചർ അതിനകത്തുണ്ട്. ഇതിൽ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ഇല്ല, പകരം റിക്കവറി ബെനിഫിറ്റ് ആണുള്ളത്. സപ്പോസ് നമുക്കൊരു 10 days കണ്ടിന്യൂസ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ ഉള്ളൊരു സിനാരിയോ എടുക്കുക. ഞാൻ കോവിഡായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തു, 10 ദിവസം കണ്ടിന്യൂസ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു. മിനിമം 10 days ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ആയി പോരുമ്പോൾ 10,000 rupees ലംസം പേയ്മെന്റ് ആയിട്ട് ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. കണ്ടിന്യൂസ് 10 days ഹോസ്പിറ്റലൈസേഷൻ വരുന്ന കേസിലാണ് നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ആയുഷ് കവറേജ് ആണ്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്സിനകത്ത് ഫുള്ളി കവേർഡ് ആണ്. 100% സം ഇൻഷുർഡ് വരെയുള്ള എമൗണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ളത് ഹെൽത്ത് ചെക്കപ്പ് ആണ്. 10 lakhs മുകളിലോട്ടുള്ള പ്ലാനുകളിലെല്ലാം തന്നെ ഹെൽത്ത് ചെക്കപ്പ് അവൈലബിൾ ആണ്. ഫിക്സഡ് എമൗണ്ട് നമുക്ക് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് എല്ലാ വർഷവും തരുന്നുണ്ടാവും. ക്ലെയിമുകൾ ഇതിനെ എഫക്ട് ചെയ്യത്തില്ല. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിത് ഫുള്ളി കവേർഡ് ആയിട്ട് തന്നെ കിട്ടും. അടുത്തത് നോ ക്ലെയിം ബോണസ്. ഇതിനകത്തും 50% തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ടർ പോലുള്ള ഫീച്ചർ ആഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ഓപ്റ്റിമ റീസ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആംബുലൻസ് ചാർജസും അതുപോലെ തന്നെ എയർ ആംബുലൻസും എല്ലാം കവേർഡ് ആണ്. ഹെൽത്ത് അഡ്വൈസറി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്വൈസറി ബെനിഫിറ്റ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മെറ്റേണിറ്റി ബേസിക്കലി കവേർഡ് അല്ല, പക്ഷെ നമുക്ക് റിസർവ് എമൗണ്ടിനകത്തുനിന്ന് ക്ലെയിം ചെയ്യാം. ഇപ്പൊ ഈ വർഷം പോളിസി എടുത്ത കസ്റ്റമർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പോളിസി എടുത്ത കസ്റ്റമർ ആണെങ്കിൽ 2 years 3 years യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 30,000 അവിടെ കിടപ്പുണ്ട്. അടുത്ത വർഷം സപ്പോസ് ഒരു നോർമൽ ഡെലിവറി വന്ന് 25,000 ബില്ല് ജനറേറ്റ് ചെയ്താൽ ഈ ജനറേറ്റ് ചെയ്ത ബില്ല് നമ്മൾ പേ ചെയ്തതിനു ശേഷം നമ്മളുടെ റിസർവ് ബെനിഫിറ്റിനകത്തുനിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് ജസ്റ്റ് ബില്ല് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. 25,000 നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് തരുന്നതായിരിക്കും. പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല. ആൻഡ് ഇഫക്റ്റീവ്ലി നമുക്ക് വരുന്ന കവറേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് സം ഇൻഷുർഡ് പ്ലസ് റിസ്റ്റോറേഷൻ എമൗണ്ട് ടുഗദർ വരുമ്പോഴത്തേക്ക് 10 lakhs പോളിസി ആണെങ്കിൽ നേരെ ഇരട്ടി 20 lakhs കവറേജ്. സോ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇരട്ടിക്കുന്ന കൈൻഡ് ഓഫ് പ്ലാനുകളാണ് നമ്മുടെ ഓപ്റ്റിമ റീസ്റ്റോറും ഹെൽത്ത് വാലറ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമ റീസ്റ്റോറിനകത്ത് OP ബെനിഫിറ്റ് നമുക്കില്ല, ഹെൽത്ത് വാലറ്റിൽ അതുണ്ട്. ഒപ്റ്റിമ റീസ്റ്റോറിനകത്ത് റിസ്റ്റോർ ചെയ്ത് വരുന്ന എമൗണ്ട് സെയിം ആൾക്ക് സെയിം അസുഖത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് വാലറ്റിൽ സെയിം ആൾക്ക് സെയിം അസുഖത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ രണ്ട് പ്ലാനിലും ഫസ്റ്റ് ക്ലെയിം നടക്കുമ്പോൾ തന്നെ റിസ്റ്റോറേഷൻ എമൗണ്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. മൂന്നാമത്തെ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് വാലറ്റിനകത്ത് 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ റിസർവ് എമൗണ്ടിനകത്ത് നിന്ന് പൈസ എടുത്ത് റിന്യൂ ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷൻ. 5 വർഷം കഴിയുമ്പോൾ അങ്ങോട്ട് ഏത് വർഷത്തിലും നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്റ്റിമ റീസ്റ്റോറിൽ മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ നോ ക്ലെയിം ബോണസ് 50,000 രൂപയ്ക്ക് താഴെയാണെങ്കിലും നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് കിട്ടും എന്നുള്ളതാണ്. സോ ഇതിൽ ഏത് പ്ലാൻ ആർക്ക് സൂട്ടബിൾ ആകും ചോദിച്ചാൽ നിങ്ങൾ ആയുർവേദം പ്രിഫർ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഹെൽത്ത് വാലറ്റിലോട്ടാണ്. ആയുർവേദം കവറേജ് 100% കിട്ടും എന്നുള്ളതാണ്. ആയുർവേദം പ്രിഫറൻസ് ഇല്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഓപ്റ്റ് ഫോർ ഓപ്റ്റിമ റീസ്റ്റോർ. 1 രൂപ പോലും കയ്യിൽ നിന്ന് സെറ്റിൽമെന്റ് വേണ്ടി വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ബിൽ സെറ്റിൽമെന്റ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനാണ് ഓപ്റ്റിമ റീസ്റ്റോർ. ഹെൽത്ത് വാലറ്റിൽ കൺസ്യൂമബിൾസ് കവേർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. പക്ഷേ ആ എമൗണ്ട് നമുക്ക് റിസർവ് ബെനിഫിറ്റിനകത്ത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അൾട്ടിമേറ്റ്ലി രണ്ട് പ്ലാനുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. OP ബെനിഫിറ്റ് നോക്കുന്നുണ്ട്, ആയുഷ് ബെനിഫിറ്റ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഹെൽത്ത് വാലറ്റ്. OP ബെനിഫിറ്റും ആയുഷ് ബെനിഫിറ്റും നോക്കുന്നില്ലെങ്കിൽ ഗോ ഫോർ ഓപ്റ്റിമ റീസ്റ്റോർ. രണ്ടിനും ഒരു ഇല്ലസ്ട്രേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. റീസ്റ്റോർ ബെനിഫിറ്റ് രണ്ടിലും 10 lakhs 10 lakhs പ്ലാൻ വെച്ചിട്ടാണ് ഇല്ലസ്ട്രേഷൻ തന്നിരിക്കുന്നത്. റീസ്റ്റോർ ബെനിഫിറ്റ് രണ്ടിലും 10 lakhs ആണ് വരുന്നത്. ഹെൽത്ത് വാലറ്റിൽ മാത്രം സ്റ്റാർ ചെയ്തിട്ടുണ്ട്. ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, റെസ്റ്റോറേഷൻ ചെയ്തു വരുന്ന എമൗണ്ട് സെയിം ആൾക്ക് സെയിം അസുഖത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹെൽത്ത് വാലറ്റിൽ 10,000 rupees ആണ് റിസർവ് ബെനിഫിറ്റ് വരുന്നത് 10 lakhs പ്ലാൻ എടുക്കുമ്പോൾ. സോ നമ്മൾ 30,000 പ്രീമിയം അടച്ചാൽ 10,000 rupees ആണ് ഇതിനകത്ത് റിസർവിലോട്ട് മാറുക. സോ ഇഫക്റ്റീവ്ലി നമ്മുടെ പ്രീമിയം എന്ന് പറയുന്നത് വെറും 20,000 രൂപ മാത്രമാണ്. ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് 1,000 rupees മാക്സിമം 30 days വരെ നമുക്ക് കിട്ടാനുള്ള പ്രൊവിഷൻ ഓപ്റ്റിമ റീസ്റ്റോറിനകത്തുണ്ട്. റിക്കവറി ക്യാഷ് ബെനിഫിറ്റ് ഹെൽത്ത് വാലറ്റിൽ മാത്രമേ ഉള്ളൂ. 10,000 rupees ആണ് 10 days കണ്ടിന്യൂസ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ നമുക്ക് കിട്ടുന്നത്. നോൺ മെഡിക്കൽസ് കവറേജ് നമുക്ക് ഓപ്റ്റിമ റീസ്റ്റോറിൽ മാത്രമേ ഉള്ളൂ. കൺസ്യൂമബിൾസ് കവറേജ്, നോൺ മെഡിക്കൽസ് കവറേജ് അല്ലെങ്കിൽ നോൺ പേയബിൾസ് കവറേജ് എന്ന് പറയുന്നത്. ആയുഷ് ബെനിഫിറ്റ് ഹെൽത്ത് വാലറ്റിൽ മാത്രമാണുള്ളത്.
ഹെൽത്ത് ചെക്കപ്പ് 2 പ്ലാനിലും അവൈലബിൾ ആയിട്ടുണ്ട്. നോ ക്ലെയിം ബോണസ് 2 പ്ലാനിനും 50% തന്നെയാണ് കിട്ടുന്നത്. നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ടർ അവൈലബിൾ ആയിട്ടുള്ളത് ഒപ്റ്റിമ റീസ്റ്റോറിൽ മാത്രമാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഒപ്റ്റിമ റീസ്റ്റോറിൽ അത് അവൈലബിൾ ആയിട്ടുണ്ട്. ബിലോ 50,000 ബില്ലുകൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആൻഡ് ആംബുലൻസ് ചാർജസ് 2 പ്ലാനിലും 2,000 rupees വരെ നമുക്ക് സിംഗിൾ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എയർ ആംബുലൻസ് ചാർജസ് ഫോർ ഹോസ്പിറ്റലൈസേഷൻ 2.5 lakhs വരെയാണ് നമുക്ക് കിട്ടാനുള്ള പ്രൊവിഷൻ ഉള്ളത്. ഫോർ സിംഗിൾ ഹോസ്പിറ്റലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് അഡ്വൈസറി ബെനിഫിറ്റ് 2 പ്ലാനിലും അവൈലബിൾ ആണ്. 5,000 rupees വെച്ചിട്ടാണ് കിട്ടുന്നത്. മെറ്റേണിറ്റി 2 പ്ലാനിലും അവൈലബിൾ അല്ല, പക്ഷേ ഹെൽത്ത് വാലറ്റിൽ നമുക്ക് റിസർവ് ബെനിഫിറ്റിനകത്തുനിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും മെറ്റേണിറ്റിയുടെ ബില്ലുകൾ. സെയിം വേ ഡെന്റലിന്റെ കേസിലും ഇതേ കാര്യം തന്നെ അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതുപോലെ മറ്റ് മെഡിക്കൽ എമർജൻസീസ് നമുക്ക് യൂഷ്വലി ഇതിനകത്ത് കവർ ചെയ്യാത്ത കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളുണ്ട്. അത് ഇതിന് ശേഷം ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്തിരുന്നുണ്ടാവും. നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു പോളിസി വേർഡിംഗ് ഡോക്യുമെന്റ് ഷെയർ ചെയ്തിരുന്നുണ്ടാവും. ആ ഡോക്യുമെന്റിനകത്ത് വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്ക്ലൂഷൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താത്തത് എന്നുള്ളതിനെ കുറിച്ചും വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക. പേഴ്സണൽ ആക്സിഡന്റ് കവർ ഒപ്റ്റിമ റീസ്റ്റോറിനകത്ത് 50 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 10 ലക്ഷത്തിന്റെ പ്ലാൻ ആണെങ്കിൽ, അതായത് പ്ലാൻ എത്ര രൂപ സം ഇൻഷുർഡ് ആണ് അത് ഇൻറ്റു 5 times ആണ് മാക്സിമം കിട്ടുക. ആൻഡ് എത്ര രൂപയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 lakhs ആണെന്നുണ്ടെങ്കിൽ 1,00,100 രൂപ വെച്ച് നമ്മൾ അഡീഷണൽ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഇവിടെ ഇതെല്ലാം എല്ലാ ഓപ്ഷൻ കവേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രീമിയം എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 35 വയസ്സിന് താഴെയുള്ള ഒരാളാണ്, 2 adult plus 1 child എന്നുള്ള കാറ്റഗറിയിൽ അങ്ങനത്തെ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് അടയ്ക്കേണ്ടി വരുന്ന ടോട്ടൽ പ്രീമിയം 27,172 ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണിത്. ഹെൽത്ത് വാലറ്റിനാണെങ്കിൽ 30,000 rupees ആണ് എഫക്റ്റീവ്ലി നമ്മൾ അടയ്ക്കേണ്ടി വരിക. ആൻഡ് ഈ ഒപ്റ്റിമ റീസ്റ്റോറിന്റെ 27,172 നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എടുക്കുന്നില്ല, എനിക്ക് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നേരെ 21,000 rupees ആവും. ഹെൽത്ത് വാലറ്റിന്റെ 30,000 എന്നുള്ള എമൗണ്ട് ഇഫക്റ്റീവ്ലി നമ്മൾ അടയ്ക്കുന്നത് 20,000 rupees ആണ്. കാരണം 10,000 rupees ക്ലീൻ ആയിട്ട് നമുക്ക് റിസർവ് ബെനിഫിറ്റിലോട്ട് പോകുന്നുണ്ടാവും. ഇത് ടാക്സ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ്. നിങ്ങൾ ടാക്സ് പേ ചെയ്യാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് റീഇംബേഴ്സ് ചെയ്ത് മേടിക്കാവുന്നതേ ഉള്ളൂ. സോ ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്തൊരു എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 19% ഡിഫറൻസ് ഇതിനകത്ത് അങ്ങനെ തന്നെ വരുന്നുണ്ട്. 19% ആണ് ടാക്സ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഈ 2 പ്ലാനിലുമുള്ള മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് റൂം റെന്റ് ലിമിറ്റ്, സബ് ലിമിറ്റുകൾ, കോ പേയ്മെന്റുകൾ ഇതൊന്നും തന്നെ ആപ്ലിക്കബിൾ ആയിട്ടില്ല. സോ ഇഫക്റ്റീവ്ലി നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് പ്ലാൻ ആണ്. കണ്ണുമടച്ച് നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലും വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് HDFC ERGO ആണ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉള്ള കമ്പനി ഇന്ത്യയിൽ. 10,500 ഹോസ്പിറ്റൽസ് ആണ് ഡയറക്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആയിട്ട് HDFC ERGO ഉള്ളത്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അപ്രോക്സിമേറ്റ്ലി 97% ആണ് ഈ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റ്സ് അനുസരിച്ചുള്ള ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അതായത് 100 ക്ലെയിം വരുമ്പോൾ 97 ക്ലെയിമുകളും സെറ്റിൽമെന്റ് പോകുന്നുണ്ട്. 3 ക്ലെയിമുകൾ മാത്രമാണ് ഡിസ്പ്യൂട്ടിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ റിജക്ഷൻ വരുന്നതോ. സോ റിലയബിൾ ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്. പ്രീമിയം വൈസ് നോക്കുകയാണെങ്കിൽ മറ്റ് കമ്പനീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് കുറഞ്ഞ പ്ലാനുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും അറൌണ്ട് 2,000 rupees ഡിഫറൻസ് അല്ലെങ്കിൽ 3,000 rupees ഡിഫറൻസേ മാക്സിമം വരുള്ളൂ. അതാണ് ഈ പ്ലാന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇഫക്റ്റീവ്ലി നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ ഏതാണെന്നുള്ളത് ഇതിൽ നിന്ന് ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ യുവർ